വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. അവസാനകാല സംഭവങ്ങളെ മറന്ന് ജീവിക്കുന്നവൻ നാശത്തിൻ്റെ വക്കിലാണ്. നോഹയുടെ കാലത്തുണ്ടായിരുന്നവർ മാനസാന്തരത്തിനുള്ള ആഹ്വാനം നിരസിച്ചതിനാൽ ജലപ്രളയം വഴി നശിച്ചു പോയവരാണ്. എന്നാൽ ഇവിടെ യോനായുടെ പ്രസംഗം കേട്ട് അനുതപിച്ച് ദൈവത്തിലേക്ക് വന്ന ജനമാണ് നിനിവേ നിവാസികൾ. ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന 2 പേരിൽ ഒരാൾ സ്വീകൃതനും അപരൻ തിരസ്കൃതനുമാകുന്നതും അവർ ജാഗരൂകരായിരുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ്. 3 നോമ്പിലെ 2-ാം ദിവസമായ ഇന്ന് യഥാർത്ഥ അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ചുങ്കക്കാരനെ പോലെ നമുക്കും പറയാം, കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന്. ഇതിനുള്ള ആഗ്രഹവും അനുഗ്രഹവും സർവേശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.